നന്ദു, നന്ദുവിന്റെ സ്വപ്നങ്ങൾക്കോ ആഗ്രഹങ്ങൾക്കോ ഒന്നും ഞാനൊരു വിലങ്ങുതടിയാവുന്നില്ല. നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അയാളുടെ ഇഷ്ടങ്ങൾ നിറവേറ്റി കൊടുക്കാന്നുള്ളതാ. ഞാനതാ ഇപ്പൊ ചെയ്യുന്നത്. നന്ദുവിന്റെ ഇഷ്ടങ്ങൾ സാധിക്കാൻ വേണ്ടി ഞാൻ ഒഴിഞ്ഞു തരുന്നു. നന്ദുവിനും ഈ വീടിനും കൂടുതൽ യോജിക്കുന്ന ഒരുവളാ നന്ദുവിന്റെ കൂടെ വേണ്ടത്. നല്ല മോഡേൺ ആയൊരു പെൺകുട്ടി. പൊതുസമൂഹത്തിൽ ഒരുമിച്ചിറങ്ങുമ്പോ എന്നെക്കാൾ നന്ദുവിന് മാച്ചായ ഒരാൾ. എത്രയൊക്കെ ശ്രമിച്ചാലും ദേവിയയ്ക്ക് മാറാൻ പറ്റാത്ത വേഷം നന്ദുവിന്റെ ഭാര്യ പദവി. അതുകൊണ്ട് തന്നെ നന്ദുവിന്റെ സ്വപ്നങ്ങൾക്ക് ഒരു തടസ്സമായിട്ട് ഞാൻ നിൽക്കാൻ പാടില്ല. മോളെ, നന്ദന്റെ അറിവില്ലായ്മ കൊണ്ട് ചില എടുത്തുചാട്ടങ്ങൾ കാണിച്ചുപോയി. അമ്മേ, എന്നേക്കുമായി ഇറങ്ങുന്ന ദിവസം തർക്കിച്ചിട്ടോ ബഹളം വെച്ചിട്ടോ ഇറങ്ങാൻ എനിക്ക് ആഗ്രഹമില്ല. നന്ദു ചെയ്തത് അറിവില്ലായ്മയാണെങ്കിൽ ആ അറിവില്ലായ്മ എനിക്ക് അംഗീകരിക്കാൻ വയ്യ അമ്മേ. വിവാഹം ചെയ്ത ഭാര്യ വീട്ടിലിരിക്കുമ്പോ മറ്റൊരു പെണ്ണുമായ ഒരു റിസോർട്ടിൽ ഒരു മുറിയിൽ കഴിയുന്നതിന് അറിവില്ലായ്മ എന്നാണോ എല്ലാ സ്ഥലത്തും പറയുന്നതെന്ന് അറിയില്ല. എന്തായാലും ഞാനിതിനെ അറിവില്ലായ്മയായിട്ടല്ല കരുതുന്നേ. നന്ദുവിന്റെ ആഗ്രഹങ്ങൾക്കൊത്ത് ജീവിക്കാനും പൊരുത്തപ്പെടാനും എനിക്കിനി കഴിയില്ല. നന്ദുവിന്റെ ജീവിതം എന്റെ ചുറ്റുമായി ചുരുക്കാനും പാടില്ല. അതങ്ങ് പാറി പറന്ന് നടക്കട്ടെ. പിന്നെ മാം, ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് വാർത്തയാവാനുള്ള അവസരം നമ്മൾ കൊടുക്കരുത്. എന്റെ വീട്ടില് എന്തെങ്കിലും അത്യാവശ്യമൊക്കെ വന്നിട്ട് പോയതാണെന്നൊക്കെയുള്ള രീതിയിലേ മറ്റുള്ളവരോട് പറഞ്ഞാൽ മതി. നന്ദു, മ്യൂച്വൽ ഡിവേഴ്സ് ആണെങ്കിൽ വലിയ കോളിളക്കോ ഒന്നും ഉണ്ടാവാതെ അവസാനിപ്പിക്കാം. ഒരു തർക്കത്തിലേക്കോ കുഴപ്പങ്ങളിലേക്കോ കൊണ്ടുപോകാൻ പാടില്ല. ഞാൻ വൈകാതെ തന്നെ ഒരു അഡ്വക്കേറ്റിനെ ഏർപ്പാടാക്കാം. നന്ദുവിനും വക്കീലിനെ വെക്കാലോ. വക്കീലന്മാര് തമ്മിൽ സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കട്ടെ. ഈ ചന്ദ്രോത്ത് എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് വന്നു കയറുമ്പോ കരുതിയത് ഇനി ഇവിടുന്ന് ഇറങ്ങുന്നത് അവസാനത്തെ ഇറക്കത്തിനായിരിക്കുന്ന. പ്രായമായി മരിച്ച് വെള്ളം മൂടിയുള്ള ഇറക്കം. പക്ഷെ മനസ്സുകളുടെ അടുപ്പമല്ലേ വീടിനെ വീടാക്കുന്നത്. ആ അടുപ്പമില്ലെങ്കിൽ വീടൊരു കോൺക്രീറ്റ് കെട്ടിടം മാത്രം അല്ലേ അമ്മേ? സാധാരണ നല്ല കാര്യങ്ങൾക്ക് സമയം നോക്കുന്നേ. ഞാനിവിടെ നിന്ന് ഇറങ്ങുന്നത് നന്ദുവിനെ സംബന്ധിച്ച് നല്ല കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ രാഹുകാലത്തിന് മുൻപ് ഇറങ്ങാം.
നേരെ പോകുന്നത് രാധാകൃഷ്ണ മിനിസ്റ്ററെ കാണാനാ. ഫയല് മിനിസ്റ്ററെ ഏൽപ്പിച്ചിട്ടേ ഞാൻ വീട്ടിലേക്ക് പോവും. ശരി അച്ഛാ, ഞാൻ ഇറങ്ങാം. ഞാൻ വിളിക്കാം. നന്ദു, നമ്മൾ തമ്മിൽ പിരിഞ്ഞാലും പഴയൊരു ബന്ധവും അടുപ്പവും എന്നും ഉണ്ടാവും. സഹപാഠികളായിരുന്ന, പരസ്പരം ദുഃഖങ്ങൾ പങ്കുവച്ചിരുന്ന സുഹൃത്തുക്കൾ. എന്റെ കണ്ണീര് തുടച്ച് ധൈര്യം തന്ന ക്യാമ്പസിലെ നന്ദൻ എന്നും എന്റെ ഹൃദയത്തിലുണ്ടാവും. ഇസബെല്ലയോളം സൗഹൃദം ഇല്ലെങ്കിലും ദേവിക്കും അല്ല, ഈ ദേവികയ്ക്കും സൗഹൃദം നിലനിർത്തണം. മോളെ, സിദ്ധു, ഒന്ന് തിരിച്ചു വിളിക്കുമോളെ. സിദ്ധു, എന്തെങ്കിലും ഒന്ന് സംസാരിക്കുക ദേവിക. എന്ത് പറയാനാ മുരളേട്ടാ? എന്തെങ്കിലും ഒന്ന് പറ. ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന കാണുമ്പോ എനിക്കെന്തോ പോലെ. പറയാനാണെങ്കിൽ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. ചന്ദ്രത്തെ പ്രശ്നങ്ങൾ, എന്റെ വീട്ടിലെ അനീതിയുടെ കാര്യങ്ങൾ, നിയമസഭയിലെയും പാർട്ടിയിലെയും കാര്യങ്ങൾ. പക്ഷേ നല്ലതൊന്നുമില്ല, എല്ലാം കുഴപ്പങ്ങൾ തന്നെയാ. വേണ്ട, ഞാനൊന്നും ചോദിക്കുന്നില്ല. ദേവിക ഒന്നും പറയുകയും വേണ്ട. ഇപ്പോ മന്ത്രിയെ കാണാനല്ലേ പോകുന്നത്? അതെ, അദ്ദേഹത്തെ കണ്ട് 4 വർത്താനം പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അവിടുന്ന് ഇറങ്ങിയിട്ട് വേണം അമ്മയും അച്ഛനെയും കണ്ട് എന്റെ വീട്ടിൽ സ്വസ്ഥമായിട്ടൊന്നിരിക്കാൻ. ആ
പഴയ ദേവികയായിട്ട്. ഇല്ല പത്മനാഭ, മീറ്റിംഗിന്റെ കാര്യം മറന്നതല്ല, വീട്ടിൽ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. വേണ്ട, മാറ്റി വെക്കണ്ട, ഞാനിപ്പോ ഇറങ്ങാം. നിങ്ങൾ തുടങ്ങി വെച്ചോ, അരമണിക്കൂറിനുള്ളിൽ ഞാൻ എത്തിക്കോളാം. ആ അതെ, വൈകിട്ട് CM ഒന്ന് കാണണം. ശരി. സിദ്ധു, ഇവിടിപ്പോ നടക്കുന്നതൊക്കെ എന്തോ സ്വപ്നം പോലെ തോന്നുന്നത്. നന്ദനോടുള്ള ദേഷ്യം കൊണ്ട് ദേവിക... പ്രഭ, നന്ദന്റെ ദേവികയുടെ കാര്യം സംസാരിക്കാൻ താൻ എൻ്റെ അടുത്ത് വരരുത്. നന്ദൻ എന്റെയും തന്റെയും മകനായിരിക്കും, പക്ഷേ ഇത് ദേവികയുടെ ഭർത്താവിന്റെ കാര്യമാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സൗന്ദര്യ പിണക്കമല്ല, ദാമ്പത്യ പ്രശ്നം. അതിൽ എനിക്കോ തനിക്കോ ഇടപെടാൻ പറ്റില്ല. ഇതെന്ത് ന്യായമാ സിദ്ധു പറയുന്നത്? ഇനി ദേവിക നന്ദന്റെ കൂടെ ജീവിക്കണ്ടെന്നാണോ സിദ്ധു പറയുന്നത്? ഞാൻ പറയുന്നതോ, ദേവികയുടെ മനസ്സിൽ വീണിരിക്കുന്ന പൊള്ളലിന്റെ ആഴം ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് താൻ ചിന്തിച്ചു നോക്ക്. ഇത് അവളുടെ തീരുമാനമാണ്. നന്ദനെ വേണ്ടെന്ന് വെക്കാൻ അവൾക്കുള്ള അവകാശത്തിന് മേലെ ആർക്കും അഭിപ്രായം പറയാൻ അധികാരമില്ല. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് അവരുടേതായ നിലപാടുകളുണ്ട്. തിരുത്താൻ എനിക്കോ തനിക്കോ പറ്റില്ല. എന്ന് വെച്ചാ സിദ്ധു... മതി, ഈ സംസാരം നീണ്ടുപോയാ നമ്മൾ തമ്മിൽ തെറ്റും. നന്ദനും ദേവികയും അവരുടെ ജീവിതവും അവരെക്കാൾ മറ്റാർക്കും പ്രധാനപ്പെട്ടതല്ല. അവര് തീരുമാനിക്കട്ടെ. ഞാൻ ഇറങ്ങാം. ദേവികയുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ദേവികയ്ക്കല്ല സംഭവിച്ചു മുഴുവൻ ചന്ദ്രോത്ത. ചന്ദ്രോത്തിന്റെ മാനം തീർന്നില്ലേ? പ്രഭകുഞ്ഞിന്റെ അവസ്ഥ ഇനി എന്താവും? ദേവികയും നന്ദനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ ദേവിക വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പക്ഷെ ചീത്തപ്പേര് വരുന്ന മുഴുവൻ പ്രഭകുഞ്ഞിനല്ലേ? മരുമോൾ ഇറങ്ങിപ്പോയ ഉറപ്പായും അതിന്റെ കാരണം അമ്മായിമ്മ ആയിരിക്കും ആൾക്കാർ പറഞ്ഞുണ്ടാക്കും. പ്രഭകുഞ്ഞിനെതിരെ വാർത്തകൾ വരിക, ശ്രീധര പീഡനം, ഭർത്താവിന്റെ വീട്ടിലെ പീഡനം, അങ്ങനെ ഓരോരുത്തര് അവർക്ക് തോന്നുന്ന പോലെ എഴുതി പിടിപ്പിക്കും. പാവം പ്രഭകുഞ്ഞ് അനുഭവിച്ച് തീരുന്നില്ലല്ലോ. അവൾക്കൊക്കെ അങ്ങ് ഇറങ്ങിപ്പോയാ പോരെ? വരുന്നതൊക്കെ അനുഭവിക്കുന്ന പ്രഭകുഞ്ഞല്ലേ? അമ്മേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. ആന്റി എന്തനുഭവിച്ചു എന്നാ? ആ ഫയല് കാണാതായതിന്റെ കാര്യങ്ങളൊക്കെ ആന്റിക്കും അറിയായിരുന്നെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലേ? ആ, ഇതാ ഞാൻ പറഞ്ഞത്. ഇനി ഇതുപോലെ ഓരോ കാര്യങ്ങളും ആൾക്കാർ പറഞ്ഞുണ്ടാക്കും. നോക്കിക്കോ, ഫയല് മോഷ്ടിച്ചത് പ്രഭകുഞ്ഞാണ്, ദേവിക്ക് പകരം ഇസബെല്ലെ ഇറക്കിയത് പ്രഭകുഞ്ഞാണ്. അങ്ങനെയൊക്കെ ഇനി വാർത്തകൾ വരും. തെറ്റുകാരെല്ലാവരും നല്ല പിള്ളയാവും. അവളെന്തിനാ ചന്ദ്രത്തിന് ഇറങ്ങിപ്പോയത്? അവിടെ തന്നെ നിന്നൂടായിരുന്നോ? അത് ശരി, ഇത്രയും അപമാനം സഹിച്ചത് പോരെ അമ്മേ?
ഇനിയും അവിടെ നിന്ന് അവളുടെ വ്യക്തിത്വവും സ്ത്രീത്വവും ഒക്കെ അടിയറവ് വയ്ക്കണമെന്നാണോ? അമ്മ, അവൾ എന്തും സഹിച്ചിരുന്ന പഴയ ദേവികയല്ല ഇപ്പോ. ഇന്ന് അവൾ യഥാർത്ഥ പെണ്ണ. ഇനി അവളുടെ ശക്തി കാണാൻ പോകുന്നേ. നന്ദൻ അവളുടെ പുറകെ ചെന്ന് ദേവികയുടെ കാല് പിടിച്ചില്ലെങ്കിൽ അമ്മ അപ്പ ചോദിച്ചു. ഹ. പിന്നെ അമ്മ പ്രഭാന്റെ വല്ലാണ്ടങ്ങ് സപ്പോർട്ട് ചെയ്യൊന്നും വേണ്ട. ഈ നടന്ന സംഭവങ്ങളിൽ നിന്നൊന്നും ആന്റിക്ക് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല. ഫയല് മാറ്റിവെച്ചതിലൊക്കെ ആന്റിക്ക് നല്ല പങ്കുണ്ട്. ദേ ഗൗരി, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കരുത്. ദേവിയുടെ വശമൊക്കെ നിന്നോ, പക്ഷെ പ്രഭക്കുജിനെതിരെ ഓരോന്ന് കെട്ടിച്ചമച്ച് ഉണ്ടാക്കണ്ട. ഞാൻ ഉണ്ടാക്കി പറഞ്ഞൊന്നുമല്ല. പ്രഭാന്റിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയല്ലേ അമ്മ. സമയം കിട്ടപ്പോ ഒന്ന് തന്ത്രപരമായി ചോദിച്ചു നോക്ക്. എല്ലാം ആന്റി തന്നെ പറയും. എന്തായാലും ഞാൻ ദേവികയുടെ കൂടെയാ. അപമാനം സഹിക്കുന്ന എല്ലാ പെണ്ണുങ്ങൾക്കുള്ള ഒരു മാതൃകയാ ദേവിക. നാട്ടുകാരെ എന്ത് കരുതുമെന്ന് വിചാരിച്ച് സർവവും സഹിച്ചു നിന്ന് ജീവിതം പാഴാക്കില്ലല്ലോ അവള്. നോക്കിക്കോമേ, അവളെ സ്ത്രീകളുടെ ഒരു ആവേശമായി വൈകാതെ തന്നെ മാറും. അവളെ എങ്ങനെ വേണം മാറിക്കോട്ടെ, പക്ഷെ ആ മാറ്റം കൊണ്ട് പ്രഭക്കുഞ്ഞിന്റെ മെക്കെട്ട് കയറാൻ വന്ന തിരിച്ചടി കിട്ടും. അല്ല, മുരളി എന്തിനാ നവീന്റെ വീട്ടിൽ നിന്ന് നേരെ ചന്ദ്രോത്തിക്ക് പോയത്? ദേവികയുടെ കൂട്ടിനോ? അമ്മേ, മുരളിയേട്ടൻ MLA-യുടെ ഡ്രൈവറാ, അല്ലാതെ അവളുടെ കൂട്ടുകാരനല്ല. MLA-ക്ക് എന്തോ അത്യാവശ്യമായിട്ടൊരു ആവശ്യം വന്നപ്പോ പോവേണ്ടി വന്നു. അത് നന്നായെന്നേ ഞാൻ പറയൂ. ആ, നന്നായത് നീ പറഞ്ഞു. പണ്ടത്തെ പോലെ മുരളി അവളെ വിളിച്ച് ഇങ്ങോട്ട് വരാതിരുന്നാ മതി. ഒന്ന് ചുമ്മാതിരിക്കമ്മേ. ഇപ്പൊ അവളെ മന്ത്രിയെ കാണാൻ പോകുന്ന വഴിയാ. അവിടെ ചെന്ന് ആ ഫയലും ഏൽപ്പിച്ചിട്ട് സ്വന്തം വീട്ടിൽ പോയി ജീവിതത്തിന്റെ പുതിയ ഘട്ടം തുടങ്ങും. നോക്കിക്കും. ഒരു സപ്പോർട്ടും കൂടെ നടക്കണം. മേ കമൻ സർ? യെസ്. ദാ സർ. ഇതേതാ ഫയല്? പാർപ്പിട സമുച്ചയത്തിന്റെ ഫയലാ സർ. കാണാതായെന്ന് പറഞ്ഞ ഫയലോ? ആ, CM ഒപ്പിട്ട ഫയലാണോ അത്? അതെ സർ. സർ നോക്ക്. ഒറിജിനൽ തന്നെയാ സർ. ഇത്രയും ദിവസം ഈ ഫയൽ എവിടെയായിരുന്നു? ഇതിപ്പോ എവിടെന്നാ? ആകാശത്തുനിന്ന് പൊട്ടി വീണോ? ആഹാ, ആകാശത്തുനിന്ന് ഫയൽ എങ്ങനെ പൊട്ടി വീഴോ? നമ്മുടെ സർക്കാർ അതിനുള്ള സംവിധാനമൊക്കെ ഒരുക്കിയിട്ടുണ്ടോ സർ? ദേവിക ആരോടാണ് സംസാരിക്കുന്നതെന്നറിയോ? ഉവ്വ് സർ. കാണാതിരുന്ന പ്രധാനപ്പെട്ട ഫയൽ കണ്ടു കിട്ടുമ്പോ സാറ് സന്തോഷം പ്രകടിപ്പിക്കുമെന്നാ ഞാൻ കരുതിയത്. സാറിന്റെ ഡിപ്പാർട്ട്മെന്റിനെ ബാധിക്കുന്ന കാര്യമല്ലേ, അപ്പൊ ആശ്വാസമാവുമെന്നും എന്നെ അഭിനന്ദിക്കുമെന്നൊക്കെ ഞാൻ ചിന്തിച്ചു. സാറിന്റെ ചോദ്യം ചെയ്യലൊക്കെ കണ്ടപ്പോ ഫയല് തിരിച്ചു കിട്ടിയത് എന്തോ വീഴ്ച പോലെയാ എനിക്ക് തോന്നിയത്. കൂടുതൽ വർത്തമാനമൊന്നും വേണ്ട ദേവിക. ഈ ഫയൽ പ്രസന്റ് ചെയ്യാൻ ഇത്രയും ഡിലേ ആയതിന്റെ കാരണമാണ് എനിക്കറിയേണ്ടത്. സാർ എഴുതി ചോദിച്ചോളൂ, ഞാൻ ഉത്തരം തരാം. സാർ, ഭരണപക്ഷത്തിന്റെ MLA ആണ് ഞാൻ. സാറിന്റെ പാർട്ടിക്കാരി. എന്റെ ഭാഗത്തൊരു വീഴ്ച ഉണ്ടായാ അത് തിരുത്താൻ സഹായിക്കണം. മനഃപൂർവ്വം അല്ലാതൊരു തെറ്റ് ചെയ്തു പോയാ സമാധാനിപ്പിക്കുകയും കൂടെ നിൽക്കുകയും വേണം. നമ്മുടെ മുകളിലുള്ള ആള് ചെയ്യേണ്ടത് അങ്ങനെയാ. സാറ് എന്നെ മുൻപ് പേടിപ്പെടുത്തി, അച്ഛനെ അവഹേളിച്ചു. ഞാനും അച്ഛനും കൂടി കൈക്കൂലി വാങ്ങിന്ന് പറഞ്ഞ് അച്ഛനെ അപമാനിച്ചു. മതി, നിർത്ത്. അതെങ്ങനെ പറ്റും സർ? സാറിന് എന്നെ പറയാമെങ്കിൽ തിരിച്ചു കേൾക്കാനും ബാധ്യസ്ഥനല്ലേ സർ? KK നായരുടെ പ്ലാന്റിന് ഞാൻ എതിര് നിന്നത് മുതൽ ഞാൻ സാറിന്റെ ശത്രുവാ. ആ പ്ലാന്റ് ഓപ്പണായി. അതെങ്ങനെ സംഭവിച്ചെന്നുള്ളത് വൈകാതെ തന്നെ ഞാൻ അറിയിക്കാം. ദേവിക, എന്താ സർ? എന്താ വീട്ടിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഉണ്ട് സർ, ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. വീട്ടിൽ ഇഷ്യൂസ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമോ സർ? സാറിന്റെ വീട്ടിലും ഉണ്ടാവുമല്ലോ പരിഹരിക്കാൻ പറ്റാത്ത ഇഷ്യൂസ്. ദേവിക എന്നെ ആക്ഷേപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണല്ലേ? ഒരിക്കലും അല്ല സർ. സാറിനെ അല്ല, ആരെയും ഞാൻ ആക്ഷേപിക്കാറില്ല. പിന്നെ
ഇപ്പൊ എനിക്കൊരു മാറ്റം വന്നിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാ ഇപ്പൊ എന്നെ ആക്ഷേപിച്ച ഞാൻ കേട്ടോണ്ട് നിൽക്കില്ല. ഇനിയും തെരഞ്ഞെടുപ്പ് വരും ദേവിക. സീറ്റിന് ഞങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ തീരുമാനം നിർണായകമാവൂ. സർ, MLA ആവുമെന്ന് ആർക്കെങ്കിലും വാക്കു കൊടുത്തിട്ടല്ല ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. പിന്നെ പൊതുപ്രവർത്തനത്തിന് ഞാൻ തീരുമാനിച്ചിറങ്ങിയ സാറിന് എന്നെ തടയാനും പറ്റില്ല. പിന്നെ നമ്മുടെ പാർട്ടി ആരുടെയും കുത്തകയൊന്നും അല്ലല്ലോ. ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിലും വലിയൊരു നേതൃത്വമല്ലേ. എല്ലാവരും കൈവിട്ടാലും വേണ്ടി വന്ന സാറിനെതിരെ റിബലായി നിന്ന് ഞാൻ മത്സരിക്കുകയും ചെയ്യും, ജയിച്ചൊന്നും വരും. ബാക്കി ജനങ്ങൾ തീരുമാനിച്ചോളും. MLA സ്ഥാനം പറഞ്ഞ് സാറിന്റെ വിരട്ടലൊന്നും വേണ്ട. പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ചാനൽ 24 ഏഷ്യാനെറ്റ് കേബിൾ വിഷനിൽ ചാനൽ നമ്പർ 131 ലഭ്യമാണ്.